Guys, welcome to my channel. My YouTube channel name is Purple Heart Skin Safna and welcome to my channel. ഇന്നത്തെ പരിപാടി നെക്സ്റ്റ് ഗൈസ് പെട്ടെന്ന് പറയാം. ഇന്നത്തെ ഇപ്പോൾ എത്ര മണിയാണ്? 1:25 ആയിട്ടുണ്ട്. ഏപ്രിൽ 25 കൂടെ ആയിട്ടുണ്ട്. ഏപ്രിൽ 22 ഇത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2 മാസം, ഇത് ഏപ്രിൽ, മെയ്, ജൂൺ 3 സ്കൂൾ തുറക്കും. എൻ്റെ ബർത്ത്ഡേയും കൂടിയാണെന്ന്. അത് കഴിഞ്ഞിട്ട് 2 മാസം, ജൂലൈ കഴിഞ്ഞിട്ട് ആഗസ്റ്റാണ്. ജൂലൈ മൈ ഫാദർ ബർത്ത്ഡേ, ജൂലൈ 11th, പിന്നെ ഓഗസ്റ്റ് 26ന്, പിന്നെ അടുപ്പിച്ച് ഞങ്ങൾ 3 ബർത്ത്ഡേ. 26നാണ് നമ്മുടെ കലാകാരിയായ നസ്രിയയുടെ ബർത്ത്ഡേ വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അവൾ ഈ വീഡിയോ കണ്ട എല്ലാം പൊളിയും കേട്ടോ. ഇനി 4 മാസം കിടക്കുന്നു. ഇപ്പോഴേ പ്ലാൻ ചെയ്ത് ഞാൻ എല്ലാം ഇതാണ് എൻ്റെ ബർത്ത്ഡേയുടെ കൂടെ. എൻ്റെ അനിയത്തിയുടെ ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല, നസ്നാദ്രയുടെ. കാരണം അവളുടെ പ്ലാൻ ചെയ്താലും വലിയ കാര്യമൊന്നുമില്ല. അവൾക്ക് എല്ലാവരും ഞാൻ അല്ലാതെ ഗിഫ്റ്റ് കൊടുക്കും. കാരണം നമുക്ക് 4th ഗിഫ്റ്റ് മതി. 5th ഗിഫ്റ്റ് മതി. കാരണം അവളുടെ 5th ബർത്ത്ഡേ ആണ് വരുന്നത്. ഞാൻ വിചാരിച്ചു അവളുടെ 10th ബർത്ത്ഡേ വരികയാണ്. അപ്പം 10th ഗിഫ്റ്റ് കൊടുത്ത് അവളെ സർപ്രൈസ് ചെയ്യാണ്. അവളിങ്ങനെ ഗിഫ്റ്റ് കൊടുത്താൽ പറയും, എന്തൊരു രസമാടാ, ഇത് കൊള്ളാടാ. അവൾ സ്കൂൾ അടച്ചപ്പം സ്റ്റേഷനറീസിലായിട്ട് ഒക്കെ പോയി. സ്കൂൾ അടക്കുമ്പോൾ സ്റ്റേഷനറീസ് ആയിട്ടും ഇപ്പം ഇയറിങ്സിൻ്റെ കുറേ കളക്ഷൻ ഇങ്ങനെ വരണം എന്നാണ് അവളുടെ ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെയായിട്ടാണ് കുറേ ഇയറിങ്സ് വാങ്ങിച്ചത്. അവളാണെന്ന് തോന്നുന്നു. അല്ല, എന്താണെന്ന് വെച്ചാൽ മെനഞ്ഞാന്ന് ഡാൻസ് താം തൈ ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടല്ലോ. അപ്പം അവിടെ അവൾ പഠിക്കാൻ പോയപ്പോഴത്തേക്കും, ഇപ്പം വെക്കേഷൻ ക്ലാസ് ഉണ്ട് എപ്പോഴും. അപ്പം അതിന് പോയപ്പോഴത്തേക്കും എൻ്റെ ഒരു ഞെട്ടിച്ച കാഴ്ച കഴിഞ്ഞു. അവളുടെ സ്വർണ്ണ കമ്മൽ തറയിൽ നിന്ന് ഡെഡ്. അപ്പം അവൾക്ക് പെട്ടെന്നൊരു കമ്മലും ഉണ്ടായി മാമി കൊടുത്തു. മീൻസ് അവളുടെ അമ്മ തന്നെ, മദർ. അപ്പം ഇങ്ങനെ നടന്നുകൊണ്ട് കൊടുത്തു. എന്നിട്ട് വരാൻ നേരത്ത് ഒരു പാക്കറ്റ് നിറച്ചും അവൾക്ക് കമ്മൽ വെച്ചു. അപ്പം എനിക്ക് തന്നില്ല, കാരണം എൻ്റെ കാര്യത്തിൽ സ്വർണ്ണ കമ്മലുണ്ട്. പിന്നെ ഇന്നലെ ആയപ്പോഴത്തേക്കും ഇന്നലെയും കുറേ കമ്മൽ വാങ്ങിച്ചിട്ട് എനിക്ക് ഒരെണ്ണം നിന്നിട്ട് അവൾ 3 എടുത്തേക്കുന്നു. ഇന്നലെ വാങ്ങിച്ച കമ്മൽസ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. മെനഞ്ഞാന്നൊരു പാക്കറ്റിനകത്ത് 6 കമ്മൽ ഉണ്ടായിരുന്നു. അതിനകത്താണ് ഞാൻ നസ്രിയ തന്ന അൺബോക്സിങ് വീഡിയോ മെനഞ്ഞാന്ന് വാങ്ങിച്ചത് ഇന്നലെ തന്നെന്ന് പറഞ്ഞിട്ട് ഒരു കമ്മൽ കാണിച്ചില്ലേ, ആ കമ്മൽ. അതിൽ നിന്ന് 2 എനിക്ക് തന്നിട്ട് ബാക്കി 4 അവൾ എടുത്തിരിക്കുന്നു. അതിലെനിക്ക് ചെറിയൊരു വിഷമമുണ്ടെങ്കിലും സഹിച്ചല്ലേ പറ്റൂ. അനിയത്തിയായി പോയില്ലേ. നമ്മൾ വാങ്ങിച്ചാൽ എന്തോ അവൾക്ക് കൊടുക്കും. പക്ഷെ അവൾ അങ്ങനെയല്ല, അവളൊരു ടൈപ്പ് ആൾക്കാരി ആണ്. അപ്പം ഈ വികാരമില്ലാത്ത ജീവിയെ വികാരം വരുത്തണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. മീൻസ് എന്ത് കൊടുത്താലും ഇവിടെ രസമുണ്ട് എന്നൊന്നുമല്ല, എന്തൊരു ക്യൂട്ടാടാ ഇത്, അങ്ങനെ ഇങ്ങനെ. സ്കൂൾ തുറന്ന ആണ് അവളുടെ ബർത്ത്ഡേ. അപ്പം ഞാൻ 5 സ്റ്റേഷനറിയും 5 ഇയറിങ്സും ഹെയർ ആക്സസറീസും കൂടെ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. 3 സ്റ്റേഷനറി, ഇവിടെ 3 ഇയറിങ്സ്, ഇവിടെ 3 ഹെയർ ആക്സസറീസ്, പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് ടെഡി. അപ്പോൾ 10 ഗിഫ്റ്റായി 10 ബർത്ത്ഡേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേക്ക് സ്കൂൾ തുറന്ന അന്നാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ സ്കൂൾ ഷോപ്പിങ് അതും കൂടെ ഒരുമിച്ചായതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേക്ക് സാധനം വാങ്ങിക്കുമ്പോൾ അവൾക്ക് വാങ്ങിക്കാമെന്ന്. അറ്റ്ലീസ്റ്റ് അവൾ വരുന്നുണ്ടെന്നാലും അവളെ കാണിച്ചിട്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ പറക്കേടിപ്പിക്കും. ഈ വീഡിയോ കണ്ടാൽ എന്നോട് അവൾ ചോദിച്ചാൽ ഈ ഗിഫ്റ്റൊക്കെ പാടും മോളെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് എത്ര മണിക്കാണ് കൊടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു കാരണം അവളുടെ ബർത്ത്ഡേ 26th ആയതുകൊണ്ട് അന്ന് സ്കൂൾ കാണില്ല. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ കാണാത്തതുകൊണ്ട് നമുക്ക് എന്താണ് വേണ്ടത് അങ്ങനെ ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയാണ്. എൻ്റെ മുടി എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാമോ? കാരണം ഞാൻ ഈ മുടിക്കത് മൈലാഞ്ചി തേച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ എൻ്റെ ചുണ്ടിലും കയ്യിലും കാലിലും ഒക്കെ കയ്യിലിട്ടത് ഇങ്ങനെയാണ്. പിന്നെ ഇങ്ങനെ ആയപ്പം ആയതാണ്. കാണിച്ചു തരാം. പിന്നെ എൻ്റെ കാല്
അതുതാ മുക്കിയോ ഗൈസ്, കണ്ടോ? അതാണ് എൻ്റെ മുടിയിൽ കളറായ ഭാഗ്യം. എനിക്ക് ഈ മുടി കളർ അടിക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല, ബിഗ് ബി ആണ് ആയിട്ട്, അതുകൊണ്ട് പറഞ്ഞു. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ? അവൾക്ക് ഇങ്ങനെ 10th ഗിഫ്റ്റ് കൊടുക്കും. കുറേ വീഡിയോസ് അവൾ കണ്ടിട്ട് വാവും നല്ല ഡ്രസ്സുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങിച്ചു കൊടുത്തേക്കാം. എന്തിനാണ് അതും കൂടെ വിട്ടേക്കുന്നത്? ഈ നല്ല രസമുണ്ട് അങ്ങനെ ഇങ്ങനെ അവൾ വിചാരിച്ചിരിക്കുകയാണ്. എൻ്റെ ഒരു ഫുൾ വീഡിയോ ഉണ്ട്, ഹോം ടൂർ. അതില്ലേ ഫുൾ ഇതല്ലേ ഫസ്റ്റ് വീഡിയോ ഫോർ ഫുൾ ഹോം ടൂർ. അപ്പം അത് അവൾക്ക് കാണണമെന്നിരിക്കുകയാണ്. അപ്പോൾ ഇതും കൂടെ ഫുള്ളായാൽ എന്താ ചെയ്യും? കഥം. അവൾ ഇതും കൂടെ കണ്ടാൽ ഞാൻ തല ഇറങ്ങി വീഴും. പക്ഷെ എന്നോട് ചോദിക്കരുത്, ഇത് നസ്രയ്ക്ക് വേണ്ടിയിട്ട് പറയാണ്. ഇതെന്നോട് ചോദിക്കരുത് നീ ഇത് കണ്ടാലും, ഓക്കെ? പിന്നെ കമൻറ്റേഴ്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നസ്ര മിക്കവാറും എന്നോടൊന്നും ചോദിക്കും. ഗിഫ്റ്റിന് വേണ്ടിയിട്ട് അവൾ എന്നോട് ചോദിക്കില്ല. നല്ലൊരു ക്ലൂ തന്നേക്കാം. ഇപ്പം ഇത്രയും ദിവസമായിട്ടൊരു ക്ലൂ തന്നിട്ടില്ല. ഇത് കണ്ടാൽ മാത്രമേ എനിക്കൊരു ക്ലൂ കിട്ടും, അവൾക്കൊരു ക്ലൂ കിട്ടും. അപ്പം ഞാൻ പറയുന്നത് 3 സ്റ്റേഷനറി കിറ്റ്, പറഞ്ഞു അത് അന്ന് അത് മാറ്റി 3 ഇയറിങ്സിൻ്റെ ഗിഫ്റ്റ് ബോക്സ്. അത് ഞാൻ മിക്സ് ആക്കിയിട്ടാണ് ഓരോന്നിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങളുടെ തരും. അപ്പം അവളോട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഓരോ ഗിഫ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ അവളുടെ പോയിൻ്റ് പോവും. ഗിഫ്റ്റും കിട്ടില്ല, എന്നാലും മൊത്തം കൊടുക്കും ഞാൻ. അപ്പം എൻ്റെ ഇഷ്ടമാണ്, ഞാൻ കൊടുക്കണോ വേണ്ടേ എടുത്തോന്ന് പറയും. അപ്പം അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്. അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയണം. ഈ എന്താ പറയുന്നത്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടൊന്നുമല്ല ഇപ്പോൾ ഫോൺ വരെ പോയിനെ. ഞാൻ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് ചാടിയതാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടൊന്നുമല്ല, അല്ലാതെ ഓരോ ക്ലൂ ഇട്ട് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ ഒരു ക്ലൂ, ഇവിടെ ഒരു ക്ലൂ, പിന്നെ വേറൊരു സ്ഥലത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ക്ലൂ ഇങ്ങനെ വെക്കും. അത് ഹോം ആയിക്കോട്ടെ, ട്യൂഷൻ ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും ആവാം. ഇത് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നൊരു വാണിംഗ് ആണ്. ഇതുവരെ ഞാൻ ക്ലൂ കൊടുത്തിട്ടില്ല. പക്ഷേ ഞാൻ ഒരു വാണിംഗ് വീണ്ടും തരുവാണ്. ഞാൻ നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ഒളിപ്പിക്കും, പിന്നെ ഈ വീട്ടിൽ ഒരെണ്ണം ഒളിപ്പിക്കും, പിന്നെ ട്യൂഷൻ വീട്ടിൽ ഒരെണ്ണം ഒളിപ്പിക്കും, പിന്നെ പള്ളിമുറ്റത്ത് ഒരെണ്ണം ഒളിപ്പിക്കും. അങ്ങനെ ഇങ്ങനെ ഒളിപ്പിക്കും. ഞാൻ വെച്ച അവളെ തല കറക്കും ഗായ്സ്. ഞാൻ അത് അവൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. എൻ്റെ ലിപ്പ് കാറിൻ്റെ മുഖം മൊത്തം നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചാടും. ഇതാ വീണ്ടും ചാടി. ഞാൻ അങ്ങനെ വീണ്ടും ഇപ്പുറത്തോട്ട് ചാടിയിട്ടുണ്ട് ഞാൻ. അപ്പം ഞാൻ അങ്ങനെ കൊടുക്കാൻ കാരണം അവൾ ഇങ്ങനെ നല്ല രസമാണ്. എന്നെ കേൾക്കാൻ പറഞ്ഞു, ഇങ്ങനെ ആരെങ്കിലും എനിക്ക് തന്നായിരുന്നെങ്കിൽ നല്ല രസമായി. അപ്പം അവൾക്ക് അങ്ങനെ ഒരു ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെ അങ്ങനെ വീണ്ടും ഞാനിപ്പോൾ വന്നു. അപ്പോൾ ഇപ്പം ഞാൻ ചാടുമല്ല, അങ്ങനെ കറങ്ങി ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് പർപ്പിൾ ഹാർട്ട്സ് ക്യൂൻസ് ഓഫ് ദ എൻഡ്. ബൈ. Like and subscribe, comment, share. Bye bye. Remix.